ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് സേറേനെയും കൊണ്ട് രാത്രി ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. പകൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ നൈറ്റ് ടൈം ഒരു ആഫ്റ്റർ 7 o'clock ഞങ്ങൾ ആദ്യമായിട്ടാണ് അവളെയും കൊണ്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് നമ്മുടെ കുട്ടനിലെ ഒരു പുതിയതായി തുടങ്ങിയിട്ടുള്ള ഹൈലൈറ്റ് മോളിലോട്ടാണ് ആദ്യമായിട്ട് അവൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ വീടിനോടൊക്കെ വൈമാളുണ്ട്, ഞങ്ങൾ സ്ഥിരം അവിടെ പോകാറുണ്ട്. പക്ഷെ ഇത്ര വലുപ്പമില്ല വൈമാള്. ഹൈലൈറ്റ് മാൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയില്ല, കാരണം തിരക്കായിരുന്നു അവിടെ. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചുറ്റുപാടും നോക്കി. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആണ്. എന്ന് വെച്ചാൽ ലുലു മാളിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല, എന്നാലും ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. വൈമാളിനേക്കാൾ എന്തായാലും വലുപ്പമുണ്ട്. അതുപോലെ നമ്മുടെ ശോഭ സിറ്റിനേക്കാളും വലുപ്പമുണ്ട്. എന്നാൽ കൊച്ചിയിലെ ലുലുവിൻ്റെ അത്ര ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല കറക്റ്റ് സ്ക്വയർ മീറ്ററും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാണുമ്പോൾ അത്ര ഏകദേശം ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിന്നു. ആദ്യമായിട്ടാണല്ലോ എല്ലാവരും കാഴ്ച കാണാൻ ഇനി വന്നിട്ടുള്ളൂ. കുറേ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ആൾക്കാർ കാണാനില്ല. എൻ്റെ പിന്നിൽ 2 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാനും ബാച്ചും ഉണ്ണിയും ഞങ്ങൾ 3 വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടു. സാറ നല്ല ഉറക്കത്തിലാണ്. ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉറക്കിപ്പിച്ചാണ് ഞങ്ങൾ എണിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ്. അപ്പം നിങ്ങളിൽ മെജോറിറ്റി പേർക്കും ഇത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് വരാം. ഞാനപ്പോൾ എന്നെ കയറാൻ പോലും സമ്മതിച്ചില്ല കേസ്. ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ എങ്ങാനും എന്തായാലും 3-4 സാധനങ്ങൾ ഞാൻ എന്തായാലും വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കയറ്റിയില്ല. പുറത്ത് നിന്ന് കണ്ടിട്ട് ഞങ്ങൾ പോന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ലുലുക്കാണ്. അതായത് കയറി ചെല്ലുന്നതിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ലുലുക്കാർ മൊത്തം എടുത്തേക്ക് ആ ഫ്ലോറ്. ഒരു ലോഡ് ആൾക്കാരുണ്ട്, തിരക്കുമുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. തിരക്ക് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ എൻട്രൻസ് തൊട്ടേ തിരക്കാണ്. എൻട്രൻസ് അല്ല, ആക്ച്വലി ഹൈവേന്ന് ഇവരുടെ വഴി തിരിയുന്നിടത്ത് തൊട്ടേ ബ്ലോക്കാണ്. ഞങ്ങൾ അവിടെ ഹൈവേ സൈഡിൽ വണ്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ട് നടന്നു വരികയാണ് ആക്ച്വലി ചെയ്തത്, കാരണം തിരക്ക് കാരണം. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വിലയൊക്കെ നോക്കി. അപ്പോൾ അതൊരു പ്ലം കേക്ക് ലുലുക്കാരുടെയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ സാധനം ഇതാണ്, വൈൻ. എല്ലാ ക്രിസ്മസും ഒരു ബോട്ടിൽ എന്തായാലും വാങ്ങിക്കാറുണ്ട്. അപ്പം ഞാൻ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, നടന്നില്ല. കാരണം ബില്ലടിക്കേണ്ടത് ഒരു വലിയ ചടങ്ങാണ്. ബില്ലിൻ്റെ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ തിരിച്ച് അവിടെ തന്നെ വെച്ചു. വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളെക്കാളും കൂടുതൽ ഹൈലൈറ്റ് മാൾ എൻജോയ് ചെയ്തത് ഞങ്ങളുടെ സേറ ബേബിയാണ്. സേറ ബേബി ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, ഇവരെന്താ ചെയ്യണത്. ആദ്യമായിട്ടാണ് ഇവൾ ഇങ്ങനെ നൈറ്റ് ടൈമിൽ അത് മുകളിലോട്ടൊക്കെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുക എന്തൊക്കെയാണ് നടക്കണം, ആരൊക്കെയോ എന്തൊക്കെയോ വാങ്ങണേ. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ നോക്കിയിട്ട് വരെ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. പിന്നെ പ്രത്യേകിച്ച് വാശി പിടിച്ച് കരയാവുന്ന അത്ര ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയൊന്നും പിടിക്കുന്നില്ല. കുഞ്ഞല്ല സേറ. അപ്പോൾ അതുകൊണ്ട് കാഴ്ചകൾ മാത്രം കാണുന്നുണ്ട്. അപ്പം ഞാൻ എനിക്കുള്ള കുറച്ച് സാധനങ്ങൾ നോക്കി. പക്ഷെ ബില്ലടിക്കേണ്ട ക്യൂ കാരണം ഞാൻ അല്ലാതെ എടുത്തതൊക്കെ അവിടെ തന്നെ തിരിച്ച് വെക്കുകയാണ്. കാരണം ബില്ലടിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. ബില്ലിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അവിടെ ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ സാറിനെയും കൊണ്ട് പോയിട്ട് പാച്ചുവിനെ ബില്ലടിക്കാൻ നിർത്തേണ്ടി വരും. എന്നാലും ഇത്രയധികം ആൾക്കാർ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഫ്രീ കൊടുക്കുന്ന പോലെ ആൾക്കാർ വരുന്നത്. അത് അത്രമാത്രം തിരക്കുണ്ടായിരുന്നു മുകളിലോട്ട്. എല്ലാവരും കാഴ്ചകൾ കാണാൻ വരുന്നതിനെയാണ്. അപ്പോൾ ഞങ്ങൾ സാറേനെ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ സാറ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കും. അവിടെ കേക്കോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അതിലോട്ട് തന്നെ നോക്കുക. ക്യാമറ, പണ്ടൊക്കെ അവൾക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഇപ്പോൾ ക്യാമറ ഒന്നും വേണ്ട, ചുറ്റുള്ള കാര്യങ്ങൾ മാത്രം. ഞങ്ങളെ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ അവൾ മുകളിൽ കുറേ സീലിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവൾ മലർത്തി പിടിച്ച് കിടത്തി. അപ്പോൾ അവൾ ആ ലൈറ്റ്സൊക്കെ കണ്ട് കിടക്കുക. ഞങ്ങളൊക്കെ കൂടുതൽ എൻജോയ് ചെയ്തത് സാറയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് പറഞ്ഞു, ഉണ്ണികളെയൊന്നും ഇങ്ങനെ പുറത്ത് കൊണ്ടുവരരുത്, രാത്രി കൊണ്ടുവരരുത്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മഞ്ഞ് കൊള്ളും, അസുഖം കൊള്ളും. സംഭവം ശരിയാണ്. പക്ഷെ നമ്മൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എൻവയോൺമെൻറ്റൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പറഞ്ഞൊന്ന് പുറത്ത് കൊണ്ടുവരണം. അത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അവൾ ഞങ്ങളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് സാറയാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിലാണ് ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇതിനേക്കാളും പൂര തിരക്കായിരുന്നു അവിടെ ഫുഡ് കോർട്ടിൽ.
കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ കാണാം. നമ്മൾ ആക്ച്വലി ഹൈവേ നോക്കുമ്പോൾ കാണുന്ന ഒരു പോയിൻ്റാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഹൈവേയിൽ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് വേഗം ഓടിച്ചെന്ന് നോക്കി. കാരണം ഞങ്ങൾ ഹൈവേ കൂടെ വരുമ്പോൾ ഈ മോള് കണ്ടതാണ്. എപ്പോഴെപ്പോഴും ഇത് പണി നടക്കുമ്പോൾ തൊട്ടേ കാണാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈവേ നോക്കി. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹൈവേന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് നല്ല വ്യൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അത്ര നല്ല വ്യൂ ഒന്നല്ല. അങ്ങനെ ഞങ്ങൾ മാളൊക്കെ കണ്ട് വേഗം വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഇപ്പം ഏകദേശം സമയം ഒരു 10 മണിക്കായിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഒരു 6 മണി 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ വയ്യാണ്ടായി, കുറേ നേരം നടന്നിരുന്നു. അപ്പം ഞങ്ങൾ ആക്ച്വലി അവിടെ കുറച്ച് നേരം സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു. നല്ല വൈബല്ല അങ്ങനെയൊക്കെ ഇരിക്കാൻ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കറങ്ങി നടക്കാനും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ആ സ്റ്റെപ്പുമ്പോൾ കുറച്ച് നേരം ചേരാനെടുത്തിരുന്നു. വയ്യാണ്ടായിട്ടാണ് ആക്ച്വലി ഇരുന്നത്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോഴും സാർ അവിടെ നിന്ന് ആ ലൈറ്റിലോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല. നല്ല ക്യൂരിയോസിറ്റിയോടെ കൂടി അല്ലാതെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴി എന്തായാലും പോവല്ലേ, ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, വിശക്കണമുണ്ട്, വീട്ടിലെന്തായാലും ഫുഡുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് ഫഡ്ജ് ഷേക്ക് ബാഗും എന്ത് പെട്ടെന്ന് തീർന്നേന്ന് കൊണ്ട് വെച്ചതേ ഓർമ്മയുള്ളൂ. അതിന് മുന്നേ സാധനം തീർന്നു. പാച്ചി എന്തോ മീൻ എന്താ കണ്ട് കഴിച്ചത്, ദേശി കൂപ്പേന്നാട്ടോ ഞങ്ങൾ കഴിച്ചത്. അത് കഴിച്ച് ഞങ്ങൾ പോവാം. ഞങ്ങൾ ബൈക്കിലാണ് ഗെസ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.